ഈ ലോകത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു ഇതായിരുന്നു ഈ രണ്ടാം ലോക മഹായുദ്ധം. അപ്പൊ ആ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ജനിച്ചതാണ് 1949. ആ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആകെ വ്യത്യാസം വന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യം കീഴടക്കല് അത് ഹിറ്റ്ലറെ കൊണ്ട് അവസാനിച്ചതാണ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ കയ്യേറ്റങ്ങൾ ഉണ്ടായാലും പിന്നെ ഈ കോളനൈസ് ആയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ആ ഇടയ്ക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ പല രാജ്യങ്ങൾക്ക് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ ഏതാണ്ട് ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം അംഗീകരിക്കുന്ന, ചെറിയ രാജ്യമായാലും വലിയ രാജ്യമായാലും അതിന്റെ പരമാധികാരം അംഗീകരിച്ച് എല്ലാവരും കൊണ്ട് അങ്ങനെ UN എന്നുള്ള സംവിധാനം വന്നു. അപ്പൊ എല്ലാ ലോക രാജ്യങ്ങളും ഒരു കാര്യം പറഞ്ഞു, ആരെ കീഴടക്കുക, എത്ര ദുർബലനെയും എത്ര വലിയ ശക്തിയുള്ള രാജ്യമായാലും കീഴടക്കരുത്. എത്ര ചെറിയൊരു രാജ്യമായാലും അതിന്റെ പരമാധികാരം അംഗീകരിക്കണം. ഇതെല്ലാം അട്ടിമറിക്കപ്പെടാൻ തുടങ്ങി വെച്ചത് നമ്മുടെ പുടിനാണ്. ഇപ്പോൾ യുക്രൈനെ ആക്രമിച്ച് അതിന് പറയാൻ ഞങ്ങളുടെ പണ്ടത്തെ റഷ്യ സാമ്രാജ്യം തിരിച്ചുകൊണ്ടാണ്, സോവിയറ്റ് യൂണിയൻ തിരിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ന്യായം അതിനു വേണ്ടി പറയാം. അതിനെ എതിർത്തു, ലോകം മൊത്തത്തിൽ തന്നെ എതിർത്തു. ഇന്ത്യക്ക് ഇച്ചിരി ഒരു മധ്യ ഇതില് അങ്ങോട്ടും പോയില്ലാന്നുണ്ടെങ്കിലും ഇന്ത്യ പറഞ്ഞു എല്ലാ രാജ്യങ്ങളുടെ പരമാധികാരം നമ്മൾ അംഗീകരിക്കണം, കയറി ആക്രമിക്കാൻ പാടില്ല, കീഴടക്കാൻ നോക്കരുത് എന്ന് ഇന്ത്യയും പറഞ്ഞു. അതിന് ന്യായീകരിച്ച വടക്കേ കൊറിയ അങ്ങനെ 1-2 രാജ്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിനെ എതിർത്ത് യുക്രൈന്റെ കൂടെ നിന്ന് അമേരിക്ക തന്നെ ഇപ്പോൾ ഇനി ആരൊക്കെ നമുക്ക് ആരോടൊക്കെ ഇത് ഈ രാജ്യത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ കീഴടക്കാത്തുള്ള രീതിയായി ഇത്. അതെങ്ങനെയാ ട്രംപ് വന്നിട്ട് ഇത് അമേരിക്കയുടെ തന്നെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു, ലോകത്തിന്റെ തന്നെ വ്യവസ്ഥകളെ അട്ടിമറിച്ചാണ് ഇപ്പൊ ഈ ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നു പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ എല്ലാവരും ഉറ്റുനോക്കിയ, ജനാധിപത്യത്തിന് രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കിയ രാജ്യം, ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമെന്നോ എന്നൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. അമേരിക്കയെ കണ്ട് ജനാധിപത്യം പഠിക്കാന്ന് പറയും. ഇപ്പൊ എന്ത് പറ്റി? ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട്, അതായത് അത് ഇലക്ഷനാണ് ജനാധിപത്യം മെയിൻ. അത് കോടതികൾ അംഗീകരിച്ച ഇലക്ഷൻ പോലും അംഗീകരിക്കാത്ത ട്രംപിനെ വീണ്ടും ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുത്ത് വന്നു. അപ്പൊ ഈ ലോകത്തിന് വന്നിരിക്കുന്നത് ഭയങ്കര മാറ്റമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ലോക വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു തിരിച്ചുപോക്ക് പോലെ. അപ്പൊ അതിനെ പറ്റി എന്ത് പറയാനുള്ളത്? നമ്മളിപ്പോ അമേരിക്ക ലോക പോലീസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഒരു വ്യക്തി പറഞ്ഞാൽ അത് തെറ്റാണ്, മറ്റൊരു സാഹചര്യത്തിൽ അത് ശരിയാണ്. കാരണം അറിയാമോ, ഇപ്പം നമ്മൾ ഇവിടെ ഈ ജംഗ്ഷനിൽ 2 പേര് തമ്മിലായിട്ട് കിട്ടും. സാധാരണ നിഷ്പക്ഷമായിട്ടും അല്ലെങ്കിൽ ഇച്ചിരി ആരോഗ്യം കുറവുള്ളവരൊക്കെ കണ്ടു കേട്ടാണ് പോകുള്ളൂ. ഇച്ചിരി ആരോഗ്യമുള്ളവനും ഇച്ചിരി ധൈര്യമുള്ളവനും ഒന്ന് കയറി ഇടപെട്ടില്ലെങ്കിൽ ആടി തീരില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. അതായത് ലോക പോലീസ് എന്ന് പറഞ്ഞാൽ സദാചാര പോലീസ് ഒക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്ന സദാചാര നിയമമല്ല എങ്കിൽ പോലും സദാചാര പോലീസ്, ആ പ്രശ്നം നീ ആൾ പോയടാന്ന് പറഞ്ഞ് തീർക്കാവുന്ന ആ രീതി ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ ആ കാലഘട്ടം മാറി അവർ വളർന്ന് അവർ ഞാൻ ലോക പോലീസാണ് സ്വയം ബോധ്യം വന്നു, ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കും, ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്ന ഒരു വകുപ്പ് വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് പോയത്. ഇനിയിപ്പൊ എനിക്ക് എന്നെ എതിർക്കാൻ ആരുമില്ല, നമുക്ക് ആരെങ്കിലും പിടിച്ചടക്കാം അല്ലെങ്കിൽ അവരെ പിടിച്ചടക്കാം. ഇത് രണ്ടും ന്യായീകരിക്കാന്ന് പറയും. എന്നാൽ ചെറിയൊരു പേടി എല്ലാവർക്കും വേണം. ആരെങ്കിലും ചോദിക്കാൻ ഉണ്ടാവുന്ന ഒരു പേടി വേണം താനും. എന്നാൽ അതിന്റെ പേരിൽ ആ മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് ലോകരാഷ്ട്രങ്ങൾക്ക് മൊത്തം ദോഷമാവും. കാരണം ഇന്ന് ഇസ്രായേൽ ഹമാസ് ഗാസയെ പറ്റി പറയുന്നു, നാളെ ഗാസ കയ്യിൽ ഒതുങ്ങി കഴിയുമ്പോൾ പറയും അടുത്ത് നമുക്ക് പിടിക്കാം, അതിന്റെ അടുത്ത് പിടിക്കാം, അതിന്റെ അടുത്ത് പിടിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവാണല്ലോ. പഴയ അവസ്ഥയിലേക്ക് ഇതിന്റെ ബേസിക് കുടിയേറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടിയേറ്റമാണ് എൻ്റെ ഒരു എൻ്റെ ചിന്തയിലോട്ടാണ് വേണ്ടത്. കാരണം കുടിയേറ്റം കൊണ്ടാണ് ഇതൊക്കെ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ യൂറോപ്പും മറ്റേ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശക്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്.
അപ്പൊ ഈ രാജ്യങ്ങളിലുള്ള പലരുടെയും മനസ്സുകളിൽ ഈ പണ്ട് എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറായി നിന്നു. പക്ഷെ ഇന്ന് ഈ ചെന്നവർ പലരും ഭീകരവാദികളും ഇത് പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് മാറിയിട്ട് അവർ വേറെ മൈൻഡിലേക്ക് മാറി. അത് ശരിയാണ്, അത് ശരിയാണ്. അതും ഒരു വശമാണ് കേട്ടോ. ഇപ്പൊ ഈ കുടിയേറ്റക്കാര് ഉപജീവനത്തിന് പോണെന്നാണ് എല്ലാവരും പറയണത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവര് ഭീകരവാദിത്വം തുടങ്ങാണ്. ഭീകര സംഘടനകളായിട്ട് കൈകോർത്ത് ആ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനത്തെ കർശന നിലപാടുകളിലേക്ക് എല്ലാ രാജ്യങ്ങളിലും അത് അമേരിക്ക പണ്ട് പോലീസായിരുന്നു എങ്കിലും അമേരിക്കയിൽ നിന്ന് പല സഹായങ്ങളും പല രാജ്യങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഇവൻ നമ്മുടെ ഇന്ത്യക്ക് വരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ പൈസയും മറ്റേ ഉപ്പുമാവ് പാല് ഇത് സ്കൂളുകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇപ്പൊ ഈ WHO കൊടുക്കുന്ന ആനുകൂല്യം വരെ അവർ നിർത്തില്ല. അതായത് നമ്മളൊരു നാട്ടുപ്രമാണി, ആ നാട്ടുപ്രമാണികൾ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. അവൻ പിന്നെ ധനവാനായിരിക്കും, പക്ഷെ അവന് പിടിപാടും ഉണ്ടായിരുന്നു. അവൻ മാന്യനാണെങ്കിൽ അവനൊരു ആദരവും സ്നേഹവും, അവന് മാന്യനല്ലെങ്കിലും അവനെ പേടിച്ച് അനുസരിക്കും, അല്ലെങ്കിൽ അവനെ സ്നേഹിച്ചനുസരിക്കും. ഇത് ആദരവോടെ. ആ നാട്ടുപ്രമാണി അയാൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലെങ്കിലും അത്ര മഹാനായ നല്ലൊരു മനുഷ്യൻ പറഞ്ഞ് ഞാൻ കീഴടക്കും, അല്ലെങ്കിൽ പേടിച്ച് കീഴടക്കുന്നു. ഇപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ ഈ കുടിയേറ്റം ട്രംപ് അധികാരത്തിൽ വരാനൊരു കാരണമായി. പക്ഷെ അധികാരത്തിൽ വന്നിട്ട് കുടിയേറ്റക്കാരെ കുടിയേറ്റക്കാരെ അവിടെ ഒഴിപ്പിക്കുന്നതൊക്കെ അതല്ലല്ലോ. അവൻ രാജ്യം കീഴടക്കാണ്. രാജ്യങ്ങൾ എനിക്ക് ഗാസ വേണം, എനിക്ക് ഗ്രീൻലൻഡ് വേണം, എനിക്ക് കാനഡ വേണം, മറ്റു രാജ്യങ്ങൾ കീഴടക്കാനാണ്. ശരിയാണ്. പക്ഷെ അവിടെ ഇനിയിപ്പോ എന്ത് വന്നാലും അവിടെ ശാശ്വത പരിഹാരം പുള്ളിയുടെ മനസ്സിലുള്ളത് അത് തന്നെയാണ്. ഗാസ തീർന്നാലാണ് അവിടുത്തെ ആ മറ്റേ ഇസ്രായേലുള്ള ആയിട്ടുള്ള പ്രശ്നം തീരുള്ളൂ. അല്ലാണ്ട് തീരില്ല, അവിടെ ഒരിക്കലും തീരില്ല. ചേട്ടൻ ഈ നമ്മൾ മരിച്ചാലും നമ്മൾ ഒരു 100 കൊല്ലം കഴിയാൻ തീരില്ല അത്. ഗാസ അങ്ങനെ അതും അതുപോലെ തന്നെ കാനഡയാണെങ്കിലും കാനഡയിലും മുഖ്യ വിഷയം ഈ കുടിയേറ്റം തന്നെയാണ്. കാനഡയില് നേരെ ചൂന് ഭരിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാ? ഈ സിഖുകാരുടെ അവിടെ എന്താ നടക്കണേ? അവരവിടെ വോട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ട്രൂഡോ ജയിച്ചത്. അപ്പൊ അവരെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അയാൾക്ക് നല്ലൊരു നിലപാടെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തി. അപ്പൊ ഈ എന്താ പറയണേ, സിഖുകാര് കാനഡയ്ക്ക് ഒരു ഭീഷണിയല്ല. കാനഡയ്ക്ക് ഭീഷണി എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞപ്പോ ട്രംപ് പറയണ മാതിരി ഈ മയക്കുമരുന്ന് തെക്കൻ അമേരിക്കയിലൊക്കെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കുറച്ച് മുസ്ലിം തീവ്രവാദികൾ. പക്ഷെ സിഖുകാര് ഭീഷണിയല്ല. അവിടെ നടക്കുന്നത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പിള്ളേരൊക്കെ പോയിട്ടുണ്ടല്ലോ കാനഡയില്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ 2 ഇന്ത്യൻസായി. നോർത്ത് ഇന്ത്യൻസിനെ യാതൊരു ഇതുമില്ലാതെ അവർക്ക് ഭയമാ. അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങള് ഭയങ്കര അനീതിയെ കാണിക്കുന്നതെന്ന് പറയുന്നത് മനസ്സിലായോ? അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ പിള്ളേർക്ക് അവിടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു ബഹുമാനം കൊടുക്കും. അവര് നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ ഇവരുടെ കൈതിരിപ്പ് വളരെ മോശമാണ്. അതവിടെ വലിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഈ ട്രൂഡോ ഇറങ്ങി പോകേണ്ട ഗതികേട് വന്നതും ഈ ഒക്കെ കാരണം കൊണ്ട് വന്നതാണ്. ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രംപിന്റെ വരവ് ലോകത്തിന് വരുത്ത മാറ്റം അത് ലോകത്തിന് ഗുണം ചെയ്ത് തോന്നി. അപ്പൊ ട്രംപ് വന്നു കഴിഞ്ഞപ്പോ ട്രൂഡോക്ക് മനസ്സിലായി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അവൻ. അതിനു മുമ്പ് കൈ ഒഴിഞ്ഞു ഇട്ടിട്ട് പോവാന്നുള്ള നിലപാട് പുള്ളി സ്വീകരിച്ചു. ഇന്ത്യയോടൊക്കെ എന്തൊരു ഓപ്പോസിറ്റ് ആയിരുന്നു. ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു മനസ്സിലായപ്പോഴേക്കാണ് ആ ചിന്താഗതിയിൽ തന്നെ മാറ്റം പറ്റും. നമ്മുടെ ഇവിടുത്തെ കുടിയേറ്റം ഒരു പരിധിവരെ ചില സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലും പ്രശ്നം തന്നെയാണ്. കാരണം ഒരു രാജ്യങ്ങളിൽ നമ്മൾ ചെന്ന് കുടിയേറുമ്പോൾ അവരുടെ ഞാനൊരു പ്രത്യേക വിഭാഗത്തെ പറയുന്നില്ല, ചില വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും മനസ്സിലാവും. ചില വിഭാഗങ്ങൾ ഒരു രാജ്യത്ത് കുടിയേറി കൂടുതൽ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാജ്യത്തിന്റെ തനിമ തന്നെ സംസ്കാരം തന്നെ മാറിപ്പാണ്. അവിടെ മുമ്പ് ഉണ്ടായിരുന്നവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അവിടുത്തെ യഥാർത്ഥ അവകാശികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അത് അവർ ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ചെയ്യും, ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കയറിയിട്ട് അവർക്കുള്ളവർക്ക് ഇങ്ങനെ മനങ്ങാണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാര് സിക്കാരും കൂടി പാട്ടും പാടി കൈയടിച്ച് ഭയങ്കര പാട്ടും പാടി അതൊരു ആഘോഷം, ഒരു ബർത്ത്ഡേ അവിടെ നേതാവ് ഉണ്ടാവാണ്. ഇപ്പൊ ഈ ശ്രീലങ്കയിൽ എന്താ സംഭവിച്ചത്? ആദ്യ LTTയുടെ സംഭവം എന്താ?
കുടിയേറ്റക്കാര് തമിഴന്മാര് കുടിയേറി അവരുടെ സംഖ്യ കൂടി അവരെ ഒരു ഏരിയ അവർക്ക് തിരിച്ചു കിട്ടണതായി. അങ്ങനെയാണ് അവിടെ ശ്രീലങ്ക രാഷ്ട്രീയം തന്നെ. ശ്രീലങ്ക ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. കാര്യം നമ്മുടെ ആൾക്കാർ ഇന്ത്യക്കാരാണ് കുടിയേറി പറഞ്ഞല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്ഷയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാരായിരുന്നു നമ്മൾ കണ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് തെറ്റാ. നമ്മുടെ ആൾക്കാർ പോയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ സമാധാനമായിട്ട് പോയ രാജ്യമാണ്. അപ്പൊ ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏതൊരുത്തിനായിക്കോട്ടെ അവിടുത്തെ നിയമവും കാര്യങ്ങളും അനുസരിച്ച് അവരുടെ രീതികൾ അനുസരിച്ച് തന്നെ ജീവിക്കണം. അതാണ് മാന്യത. ഇതിപ്പോ ഈ കുടിയേറ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ തന്നെ മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ പറഞ്ഞിട്ട് കുടിയേറ്റക്കാരെ പറഞ്ഞയക്കുന്നത് ഞങ്ങൾക്കൊരു വിരോധം എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ ട്രംപ് കുടിയേറ്റത്തിനെതിരായതിലാണ് അവന് വോട്ട് കിട്ടിയത്. പിന്നെ വിലക്കുറവ് ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ട്രംപിന്റെ വരവ് ഈ ലോകത്തിന് കൊണ്ടുവരുന്ന മാറ്റം അവിടെയാണ് പ്രശ്നം. അത് നന്മയ്ക്കാണോ തിന്മയ്ക്കാണെന്നുള്ളത്. ഈ ലോകത്തിന് കൊണ്ടുവരുന്ന അഴിച്ചുപണി. അതായത് നീ ഇപ്പൊ അമേരിക്ക എന്തായിരുന്നു? അമേരിക്ക ഒരു നേതാവ്, ഞാൻ പറഞ്ഞ ഒരു നാട്ടുപ്രമാണി, ലോകത്തിന്റെ ഒരു നാട്ടുപ്രമാണി. അല്ല, നാട്ടുപ്രമാണിയില് മറ്റുള്ളവർ പ്രതീക്ഷ വെച്ച നാട്ടുപ്രമാണിയായിരുന്നു. ഇപ്പൊ എങ്ങനെയല്ല, ഈ നാട്ടുപ്രമാണി പറയണേ എനിക്ക് എന്ത് ഗുണം ചെയ്യുന്നു അത് ഞാൻ ചെയ്യും. നിന്നെ പിടിച്ച് എനിക്ക് നിന്റെ ഭൂമിയിലെ സ്വത്തെല്ലാം എനിക്ക് ആവശ്യമുണ്ട്, ഖനനം ചെയ്ത് അതിന്റെ റയറത്തൊക്കെ എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ നിന്നെ പിടിച്ചടക്കും. അതാണ് ട്രംപിന്റെ രീതി. അതായത് പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു. അരാജകത്വത്തിലെ മൂളം അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ചില സമയങ്ങളിലെങ്കിലും പേടിപ്പിക്കാൻ ഒരാളുണ്ടാവും നല്ലതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഉള്ളത് നല്ലതാണ്. പക്ഷെ അത് അധികമായാലും അമൃതം വിഷമാണ്. എല്ലാവരോടും കാണിക്കുന്നുണ്ടോ? അത് എല്ലാവരോടും കാണിക്കോ? എല്ലാ രാജ്യക്കാരോടും കാണിക്കുന്നുണ്ടോ? ഇല്ല. നടക്കും എന്ന് കാണുന്നോടത്ത്. അതായത് അതാ ഞാൻ പറഞ്ഞേ, പരമാധികാരം ഓരോ രാജ്യത്തിനും എത്ര ചെറുതന്റെ ആയാലും അതിന്റെ പരമാധികാരം മറ്റുള്ളവർ എത്ര ശക്തിമാന്മാരായാലും അംഗീകരിക്കുന്ന സംവിധാനം ഉണ്ടായേ. ആ സംവിധാനം ഉടച്ച് വാർക്കപ്പെടാണ്. പുട്ടിനായിട്ട് തുടങ്ങി വെച്ചു. ട്രംപോട് കൂടി അത് അങ്ങ് ലോകമെങ്ങാടും ആവുന്നത്. ഇനിയിപ്പോ ഇതിന് ഒരു പോംവഴിയുള്ളൂ. ഈ ട്രംപിന്റെ ഈ നടപടിക്കെതിരെ അല്ലെങ്കിൽ നീക്കത്തിനെതിരെ ലോകം ഒറ്റക്കെട്ടായി. ഇപ്പൊ ഇന്നലെ യൂറോപ്പിൽ അത് സംഭവിച്ചിട്ടുണ്ട്. യൂറോപ്പ് ഒറ്റക്കെട്ടായി സംസാരിച്ചു മൂണിക്കലെതിരാത്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതായത് അവിടെ ഡെമോക്രസി അട്ടിമറിച്ച ജനാധിപത്യത്തിന്റെ ട്രംപ് ജനാധിപത്യത്തിന് വിജയം അംഗീകരിക്കാതെ, തോൽവി അംഗീകരിക്കാതെ അവൻ അട്ടിമറിച്ചു. കോടതി പോലെ അംഗീകരിച്ചിട്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെയൊരു സ്ഥിതി യൂറോപ്പിലില്ല. പക്ഷെ ആ യൂറോപ്പിലെ ജനാധിപത്യ രീതിയല്ല യൂറോപ്പിൽ എന്ന് പറഞ്ഞാൽ അവൻ അവഹേളിക്കുകയാണ്. അപ്പൊ യൂറോപ്പ് 10 ഒറ്റക്കെട്ടായിരുന്നില്ല പ്രതികരിച്ചിരിക്കുക ഇതിനെതിരെ. അപ്പോ ലോകം ഈ പ്രവണതയെ, ട്രംപിന്റെ പ്രവണതയെ തോൽപ്പിച്ചില്ലെങ്കിൽ, പുട്ടിന്റെ പ്രവണതയെ തോൽപ്പിച്ചില്ലെങ്കിൽ 70 വർഷം മുമ്പ് ഹിറ്റ്ലറുടെ കാലത്തുണ്ടായ ലോകത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും എന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിൽ എന്താ അഭിപ്രായം പറഞ്ഞു.